നമസ്കാരം. ഡ്യൂട്ടിയുടെ ഭാഗമായി ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ പ്രവേശിക്കാൻ വിസമ്മതിച്ച സൈനിക ഉദ്യോഗസ്ഥനെ പിരിച്ചുവിട്ട നടപടി സുപ്രീം കോടതി ശരിവച്ചു. ഒരു മതേതര സ്ഥാപനം എന്ന നിലയിൽ സൈന്യത്തിന്റെ അച്ചടക്ക രീതികൾ ആർക്കും ലംഘിക്കാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. തന്റെ മതവിശ്വാസത്തിന്റെ ഭാഗമായി ഔദ്യോഗിക ചുമതല നിർവഹിക്കാൻ മടിക്കുന്ന ഉദ്യോഗസ്ഥൻ സൈന്യത്തിന് യോജിച്ചവനല്ലെന്നും കോടതി നിരീക്ഷിച്ചു. സൈന്യത്തിൽ നിന്നും പെൻഷനും ഗ്രാറ്റുവിറ്റിയും ഇല്ലാതെ പിരിച്ചുവിട്ട നടപടി ചോദ്യം ചെയ്ത് സാമുവൽ കമലേശൻ എന്ന മുൻ സൈനികൻ സമർപ്പിച്ച ഹർജിയാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് തള്ളിയത്. സംഭവം ഇങ്ങനെയാണ്. ക്രിസ്ത്യൻ മതവിശ്വാസിയായ സാമുവൽ കമലേശൻ 2017 സൈന്യത്തിൽ ചേർന്നത്. സിഖ് സ്ക്വാഡ്രണിന്റെ ഭാഗമായാണ് അദ്ദേഹത്തെ നിയമിച്ചത്. തന്റെ മതവിശ്വാസം മുൻനിർത്തി ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ സൈനികൻ വിസമ്മതിക്കുകയായിരുന്നു. പുറത്തുനിന്നുള്ള ഡ്യൂട്ടി ചെയ്യാമെന്നും എന്നാൽ ശ്രീകോവിലിനകത്ത് പ്രവേശിക്കാനാവില്ലെന്നുമായിരുന്നു ഇദ്ദേഹത്തിന്റെ നിലപാട്. ഇതിനെതിരെ സൈന്യം അച്ചടക്ക നടപടി സ്വീകരിക്കുകയും ഗ്രാറ്റുവിറ്റിയോ പെൻഷനോ അനുവദിക്കാതെ പിരിച്ചുവിടുകയും ചെയ്തു. ഡൽഹി ഹൈക്കോടതി നേരത്തെ നടപടി ശരിവച്ചിരുന്നു. സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ ഇതാണ്. ഒരു സൈനിക ഉദ്യോഗസ്ഥന്റെ ഏറ്റവും വലിയ അച്ചടക്കമില്ലായ്മയാണിത്. രാജ്യത്തെ ഏറ്റവും അച്ചടക്കം ആവശ്യമായുള്ള സേനയുടെ ഭാഗമായിരുന്നു നിങ്ങളെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ചോദിച്ചു. ഇദ്ദേഹം തന്റെ പ്രവൃത്തിയിലൂടെ എന്ത് സന്ദേശമാണ് നൽകുന്നതെന്നും മറ്റുള്ള പട്ടാളക്കാരെ കൂടിയാണ് അപമാനിക്കുന്നതെന്നും കോടതി പറഞ്ഞു. ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസം അനുഷ്ഠിക്കാൻ അവകാശമുണ്ട്. മതപരമായ ആചാരങ്ങൾ നടത്താൻ ആരെങ്കിലും നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ അത് വേണ്ട എന്ന് പറയാം. എന്നാൽ നിങ്ങൾക്ക് എങ്ങനെ അകത്ത് പ്രവേശിക്കാൻ വിസമ്മതിക്കാൻ കഴിയുമെന്നും കോടതി ചോദിച്ചു. ഔദ്യോഗിക ചുമതല നിർവഹിക്കുന്നതിലെ വിസമ്മതം സേനാ വിഭാഗത്തിന്റെ അഖണ്ഡതയ്ക്കും മതേതര സ്വഭാവത്തിനും എതിരാണെന്നും കോടതി അടിവരയിട്ടു പറഞ്ഞു. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ജോയ്മാലിയ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. ഉദ്യോഗസ്ഥന്റെ വാദവും കോടതിയുടെ മറുപടിയും ഇങ്ങനെയായിരുന്നു. 2017 ലഫ്റ്റനന്റായി കമ്മീഷൻ ചെയ്യപ്പെട്ട് സിഖ് സ്ക്വാഡ്രണിൽ നിയമിക്കപ്പെട്ട സാമുവൽ കമലേശൻ മതപരമായ സ്വാതന്ത്ര്യം ലംഘിക്കപ്പെട്ടുവെന്ന് വാദിച്ചാണ് ശിക്ഷാ നടപടിയെ ചോദ്യം ചെയ്തത്. ഓഫീസറുടെ വാദം ഇങ്ങനെയായിരുന്നു. തന്റെ വിശ്വാസത്തിന് വിരുദ്ധമായതിനാൽ ശ്രീകോവിലിൽ പ്രവേശിക്കുന്നതിൽ നിന്നും പൂജാകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും വിട്ടുനിന്നതിന്റെ പേരിലാണ് തന്നെ പിരിച്ചുവിട്ടതെന്നും ഓഫീസർക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ഗോപാൽ ശങ്കർ നാരായണൻ വാദിച്ചു. ഒരു ദൈവത്തെ ആരാധിക്കാൻ എന്നെ നിർബന്ധിക്കാൻ കഴിയില്ല. ഭരണഘടന അത്രയും സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ടെന്നാണ് അന്ന് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. സുപ്രീം കോടതി ഇതിൽ നടത്തിയ നിരീക്ഷണം ഇങ്ങനെയാണ്. ഇത്തരത്തിലുള്ള കലഹക്കാരനായ ഒരാൾ അച്ചടക്കമുള്ള ഒരു സേനയ്ക്ക് സ്വീകാര്യനാണോ? അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും അച്ചടക്കമുള്ള സേനയിലെ അംഗമാണ്. എന്നിട്ടും ഇതാണോ ചെയ്യുന്നത് എന്നാണ് ബെഞ്ച് ചോദിച്ചത്. ഇതൊരു ആർമി ഓഫീസറുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും ഗുരുതരമായ അച്ചടക്കമില്ലായ്മയാണെന്നും കോടതി വിലയിരുത്തി. ഇയാൾ സ്വന്തം സൈനികരെ അപമാനിക്കുകയല്ലേ? സ്വന്തം സൈനികർക്കൊപ്പം പോകാൻ പറ്റാത്തത്ര വലുതാണോ ഇയാളുടെ ഈഗോ? മതവിശ്വാസം ആചരിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അനുഷ്ഠാനങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ ഇല്ല എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്. പക്ഷേ അമ്പലത്തിൽ പ്രവേശിക്കാൻ എങ്ങനെ വിസമ്മതിക്കാൻ കഴിയുമെന്നും ബെഞ്ച് ചോദിച്ചു. കൂടാതെ അമ്പലത്തിൽ പ്രവേശിക്കുന്നത് വിശ്വാസ ലംഘനമല്ല എന്നൊരു പാസർ ഉപദേശിച്ചിട്ടും ഉദ്യോഗസ്ഥൻ ശ്രീകോവിലിൽ പ്രവേശിക്കാൻ വിസമ്മതിച്ച കാര്യവും കോടതി ചൂണ്ടിക്കാട്ടി. നേതാക്കൾ മാതൃക കാണിച്ചു നയിക്കണം. നിങ്ങൾ നിങ്ങളുടെ സൈനികരെ അപമാനിക്കുകയാണ്. ഇന്ത്യൻ ആർമി അതിന്റെ മതേതര സമീപനത്തിന് പേര് കേട്ടതാണ്. അച്ചടക്കം പാലിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വന്തം സൈനികരുടെ വികാരങ്ങളെ ബഹുമാനിക്കുന്നതിൽ പരാജയപ്പെട്ടതും കോടതി കൂട്ടിച്ചേർത്തു. ശിക്ഷ കുറയ്ക്കണമെന്ന ഉദ്യോഗസ്ഥന്റെ അപേക്ഷയും സുപ്രീം കോടതി തള്ളി.